കൊച്ചിയിൽ കഞ്ചാവുമായി 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. തല്ലമാല സിനിമയുടെ സംവിധായകൻ ഖാലിദ് റഹ്മാനും തമാശ സിനിമയുടെ സംവിധായകൻ അഷ്റഫ് ഹംസയുമാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടിയിലായത്. ഇവരിൽ നിന്ന് 1.6 ഗ്രാം കഞ്ചാവ് പിടികൂടി. 24 എക്സ്ക്ലൂസീവ്. വിവരം കിട്ടിയതിനെ തുടർന്നത്തെ പരിശോധനയിൽ നമ്മുടെ എറണാകുളം ഗോശ്രീ പാർക്ക് സമീപമുള്ള പൂർവ്വ ഗ്രാൻഡ് ബേ എന്ന ഫ്ളാറ്റിന്റെ 506 നമ്പർ ഫ്ളാറ്റിൽ നിന്നും 2 സിനിമാ സംവിധായകർ, അതായത് പേര് ഒരാൾ അഷ്റഫ്, പിന്നെ ഖാലിദ് റഹ്മാൻ, പിന്നെ അവരുടെ സഹായി, ഈ 3 പേരെ നമ്മൾ കുറച്ച് കഞ്ചാവായിട്ട് കുടിയേറി കേസെടുത്തിട്ടുണ്ട്. അപ്പം ഒരു വിവരം കിട്ടിയ പരിശോധനയിലാണ് ഈ കേസ് കിട്ടിയിരിക്കുന്നത്. പ്രതികളെ ഒരു സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന കേസാണിത്. പക്ഷെ ഇതിന്റെ ഉറവിടം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങൾ ഞങ്ങൾ നടത്തുന്നതായിരിക്കും. ഇവര് കൃത്യമായിട്ട് കുറച്ച് നാളുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് അവരെ ചോദ്യം ചെയ്തതെന്നും മനസ്സിലാവുന്നു. സിനിമയുടെ ഡിസ്കഷനായിട്ടാണ് ഇവർ 3 പേര് പറഞ്ഞേക്കുന്നത്. ക്വാണ്ടിറ്റി 1.6 ഗ്രാമേ ഉള്ളൂ. വിവരങ്ങളുമായി റാഫി കരീം കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. റാഫി, ഗുഡ് മോർണിംഗ്. 2 സിനിമാ സംവിധായകർ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ഇവരിൽ നിന്ന് എന്തൊക്കെ മറ്റ് സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്? നിലവിൽ ഈ പിടിയിലായിരിക്കുന്ന കഞ്ചാവ് മാത്രമാണോ? ഗുഡ് മോർണിംഗ്. തീർച്ചയായും കഞ്ചാവ് മാത്രമാണ് ഇവരിൽ നിന്ന് എക്സൈസ് സംഘത്തിന് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. 1.6 ഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. എക്സൈസിന് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് മറൈൻ ഡ്രൈവിലുള്ള ഗ്രാൻഡ് ബേ എന്ന ഫ്ളാറ്റിൽ പരിശോധന ആരംഭിച്ചത്. ഈ പരിശോധനയിലാണ് ഇത്തരത്തിൽ കഞ്ചാവ് കണ്ടെത്തിയതും. ഇതുമായി ബന്ധപ്പെട്ട് ഈ 2 പേർ സിനിമ സംവിധായകരാണ്. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും. ഇരുവരും പ്രമുഖരായ സംവിധായകരാണ്. കാരണം സിനിമാ മേഖലയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രമുഖ താരങ്ങളോടൊപ്പം സിനിമകൾ സംവിധാനം ചെയ്ത പ്രമുഖരായ ആർട്ടിസ്റ്റുകളോടൊപ്പം വർക്ക് ചെയ്ത പ്രമുഖരായ ടെക്നീഷ്യന്മാരോടൊപ്പം വർക്ക് ചെയ്ത ആളുകളാണ്. ഏറ്റവും ഒടുവിലായി ഖാലിദ് റഹ്മാൻ്റെ ആലപ്പുഴ ജിംഖാന എന്ന ചിത്രം, അത് മലയാളത്തിൽ ഒരു ഹിറ്റ് ചിത്രമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അഷ്റഫ് ഹംസ 2 പടങ്ങളാണ് സംവിധാനം ചെയ്തത്. അതിലൊന്ന് തമാശ, ഒപ്പം മറ്റൊരു പടം ഭീമൻ്റെ വഴി എന്നുള്ളതാണ്. കുഞ്ചാക്കോ ബോബൻ നായകനായിട്ടുള്ളൊരു ചിത്രമാണ് ഭീമൻ്റെ വഴി എന്നുള്ളത്. ഇത്തരത്തിൽ പ്രമുഖരായ 2 പേർ, സിനിമാ മേഖലയിൽ സജീവമായി നിൽക്കുന്ന, സിനിമാ മേഖലയിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന 2 പേരെയാണ് ഇന്നലെ രാത്രി 1 മണിയോടുകൂടി 1.6 ഗ്രാം കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ എക്സൈസിന് ചില നിർണായക മൊഴികൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വർഷങ്ങളായി ഇവർ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇവർ വർഷങ്ങളായി സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ വർഷങ്ങളായി തന്നെ ഇവർ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മറ്റു സിന്തറ്റിക് ലഹരികൾ ഇവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ള മൊഴിയാണ് എക്സൈസിന് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ മൊഴി എക്സൈസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പരിശോധനകൾ എക്സൈസ് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഞ്ചാവ് എവിടെ നിന്നുള്ള ചോദ്യത്തിന് ഇവർ എക്സൈസിന് മറുപടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ആ റൂട്ട്, കഞ്ചാവ് എവിടെ നിന്ന് എത്തി എന്നുള്ള നിർണായകമായ വിവരം എക്സൈസിന് ലഭിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം 1.6 ഗ്രാം കഞ്ചാവ് പിടികൂടുമ്പോൾ അതൊരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലുള്ള കഞ്ചാവല്ല. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കമുള്ള നിയമ നടപടികളിലേക്ക് എക്സൈസിന് കടക്കാൻ കഴിയില്ല. ഇവർക്ക് ഇന്നലെ സ്റ്റേഷൻ ജാമ്യം നൽകി എക്സൈസ് വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ ഈ കഞ്ചാവ് സിനിമാ മേഖലയിലേക്ക് എത്തുന്ന വഴി, അത് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, ഈ ലഹരിക്കെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ച് ലഹരിക്കെതിരെ പോരാടാൻ കേരളം ഒന്നടങ്കം തീരുമാനിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സിനിമാ മേഖല. കാരണം ജനങ്ങളെ ഇത്രയധികം സ്വാധീനിക്കുന്ന ഒരു കലാരൂപമാണ് സിനിമ. അതുകൊണ്ട് ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം എപ്പോഴും വലിയ ചർച്ചയാവുകയും ചെയ്യാറുണ്ട്. ഈ അടുത്തിടെയായി സിനിമാ മേഖലയിൽ നിന്ന് പല പ്രമുഖ പേരുകളും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കേൾക്കുകയും പല പ്രമുഖരും ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗമുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്നെല്ലാം പോലീസും എക്സൈസും നിർണായക വിവരങ്ങൾ ശേഖരിക്കുകയും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും കടക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഷൈൻ ടോം ചാക്കോയുടേത്. ഇത്തരത്തിൽ ഈ പോലീസും എക്സൈസും ലഹരി വ്യാപനത്തിനെതിരെ അന്വേഷണം നടത്തുമ്പോൾ ഇവർ കേന്ദ്രീകരിക്കുന്ന അന്വേഷണം അതിൻ്റെ റൂട്ടുകളിലേക്കാണ്, ഉറവിടങ്ങളിലേക്കാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഖാലിദ് റഹ്മാനെ പോലെയും ഒപ്പം തന്നെ അഷ്റഫ് ഹംസയെ പോലെയുമുള്ള ആളുകളിൽ നിന്ന് ഈ ലഹരി വിവരങ്ങൾ ലഭിക്കുമ്പോൾ, ഇവർ ലഹരി ഉപയോഗിക്കുന്നു എന്ന് സമ്മതിക്കുമ്പോൾ, ഇവരിലേക്ക് ലഹരി എത്തുന്ന ആളുകളുടെ പേരുകൾ ലഭിക്കുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സിനിമാ മേഖലയിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന, സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമായി അടുത്ത ബന്ധങ്ങളുള്ള ആളുകൾക്ക് ലഹരി എത്തുന്ന വഴി, അത് എക്സൈസിന് മനസ്സിലാക്കാൻ കഴിയും.
കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിലേക്ക് എക്സൈസിനെ കടന്ന് അന്വേഷണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമാ മേഖലയിലേക്ക് ലഹരി സപ്ലൈ ചെയ്യുന്ന ഒരു ആ ചെയിനെ തകർക്കാൻ എക്സൈസിന് കഴിയും. അത് തന്നെയാണ് ഇന്നലെ ഉണ്ടായ ഈ അറസ്റ്റിൽ ഏറ്റവും നിർണായകമായി മാറുക. ഇനി തുടർന്നുള്ള അന്വേഷണവും ഈ രീതിയിലാണ്. ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ ഇവർ എക്സൈസിന് നൽകിയ വിവരങ്ങൾ ഈ നിലയിലാണ്. അതായത് ഒരു സിനിമയുടെ ഭാഗമായുള്ള മീറ്റിംഗ് ആയിരുന്നു സമീർ താഹിറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിൽ നടന്നത്. ഈ ഗ്രാൻഡ് ബേയിലുള്ള 505 നമ്പർ ഫ്ളാറ്റ്, അത് സമീർ താഹിറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റാണ്. സമീർ താഹിർ സിനിമാ സംവിധായകനാണ്. ദുൽഖർ സൽമാനെ പ്രധാന റോളിൽ നായകനാക്കി ഉള്ള നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി, ഈ ചിത്രം സമീർ താഹിർ സംവിധാനം ചെയ്ത ചിത്രമാണ്. ഒപ്പം തന്നെ പ്രമുഖനായ സിനിമോട്ടോഗ്രാഫർ കൂടിയാണ് സമീർ താഹിർ. ഈ സമീർ താഹിറിൻ്റെ ഫ്ളാറ്റിലാണ് ഇവർ 3 പേരും ഉണ്ടായത്. ഇതിൽ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും, ഒപ്പം തന്നെ സിനിമാ മേഖലയുമായി ഒരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിയും ഈ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നലെ ഈ എക്സൈസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വിവരം. അതുകൊണ്ട് തന്നെ ഇവർ 3 പേരും സിനിമയുമായി ബന്ധപ്പെട്ട ഡിസ്കഷന് വേണ്ടി ഫ്ളാറ്റിലെത്തി എന്നുള്ളതാണ് എക്സൈസിന് മൊഴിയാൻ നൽകിയിരിക്കുന്നത്. ഇവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ 1.5 ഗ്രാം കഞ്ചാവ്, അതായത് 1.6 ഗ്രാം കഞ്ചാവ് എത്തിച്ചത് എന്നുള്ള മൊഴിയും നൽകിയിട്ടുണ്ട്. ഈ കഞ്ചാവിൻ്റെ റൂട്ട് അതായിരുന്നു പിന്നീടുള്ള എക്സൈസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനും നിർണായക മൊഴി ഇവരിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് എക്സൈസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവരെ മൊഴി പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളുണ്ടാകും, വീണ്ടും വിളിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടാകും. വിശദമായ ബാങ്ക് ഇടപാടുകൾ അന്വേഷണത്തിലേക്ക് എക്സൈസ് കടക്കും. കാരണം നേരത്തെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയപ്പോൾ തസ്ലീമ എന്ന യുവതി അവർ നൽകിയ മൊഴി അതിലേറെ നിർണായകമായിരുന്നു. സിനിമാ മേഖലയിലെ പ്രമുഖ പേരുകൾ ആ മൊഴിയിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ബിഗ് ബോസിൽ അടക്കം മത്സരിച്ച ആളുകളുടെ പേരുകളുണ്ടായിരുന്നു. അങ്ങനെ പല പേരുകളും തസ്ലീമയിൽ നിന്ന് ഈ പോലീസ് എക്സൈസിനും ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളും ഈ ഖാലിദ് റഹ്മാൻ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപാടുകളും എല്ലാം തന്നെ എക്സൈസ് ഇനി വരും ദിവസങ്ങളിൽ പരിശോധിക്കും. അത് വലിയ പേരുകളിലായിരിക്കും ചെന്ന് അവസാനിക്കുക. റാഫി, ഇതിലിപ്പോൾ ചില പ്രേക്ഷകർ തന്നെ ഉന്നയിക്കുന്ന ചോദ്യമുണ്ട്, ഇവരെ പിടിച്ച് വെറുതെ വിടാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനായിരുന്നു പിടികൂടിയതെന്ന്. പക്ഷേ അവരുടെ കൈവശം മാത്രം കഞ്ചാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എക്സൈസിന് മറ്റ് നിയമവശങ്ങൾ നോക്കേണ്ടതുണ്ട്, അവരെ വിടാതെ തരമില്ല. പക്ഷേ ഇവരിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ നിലവിൽ എക്സൈസിന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് 2 പേരും പ്രശസ്തരായ സംവിധായകരാണ്. ഇവർക്ക് സിനിമാ മേഖലയിൽ മറ്റുള്ളവർക്ക് ഈ കഞ്ചാവുമായി ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ടോ? തീർച്ചയായും 1.6 ഗ്രാം കഞ്ചാവ് മാത്രമായിരുന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്നത്. അത് ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇവർ എത്തിച്ചു എന്നുള്ളതാണ് പോലീസിന് നൽകിയ മൊഴി. 1.6 ഗ്രാം എന്നുള്ളത് ഒരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലുള്ള കഞ്ചാവല്ല. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലുള്ള കഞ്ചാവ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ജാമ്യമില്ലാത്ത വകുപ്പ് അടക്കം ചുമത്തി കടുത്ത നടപടികളിലേക്ക് എക്സൈസിന് കടക്കാൻ കഴിയുക. ആ നിലയിലുള്ള നിയമമാണ് നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിടികൂടിയ അളവിലുള്ള കഞ്ചാവ് വെച്ച് ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് എവിടെ നിന്ന് ലഭിച്ചു, ഏത് നിലയിൽ ഇവർ ഇത് ഉപയോഗിക്കുന്നു, മറ്റു ലഹരികളുണ്ടോ, അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം തന്നെ ശേഖരിക്കുക എന്നുള്ളതാണ് എക്സൈസിന് ചെയ്യാൻ കഴിയുന്ന കാര്യം. അത് എക്സൈസ് ഇന്നലെ തന്നെ വളരെ കൃത്യമായി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഈ ഫ്ളാറ്റിൽ വെച്ചും ഇവരെ ചോദ്യം ചെയ്തു. അതിനുശേഷം കൊച്ചിയിലുള്ള MG റോഡിലുള്ള എക്സൈസിൻ്റെ ഓഫീസിലെത്തിച്ചും ഇവരെ എക്സൈസ് വിശദമായി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ ഇവർ കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇവർ വർഷങ്ങളായി ലഹരി ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത്. സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് എന്ന് എക്സൈസിന് മുന്നിൽ ഇവർ സമ്മതിച്ചു. അതിനുശേഷമുള്ള എക്സൈസിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം എവിടെ നിന്നാണ് ഇവർക്ക് കഞ്ചാവ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. കാരണം സിനിമാ മേഖലയിൽ വലിയ ബന്ധങ്ങളുള്ള, സിനിമാ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന, സിനിമാ മേഖലയിൽ നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത, അതിൽ പ്രവർത്തിച്ച ആളുകൾ സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. ഖാലിദ് റഹ്മാൻ്റെ ഒരു ട്രാക്ക് ഹിസ്റ്ററി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഖാലിദ് റഹ്മാൻ ആദ്യം ചെയ്യുന്ന ചിത്രം അനുരാഗ കരിക്കിൻ വെള്ളമാണ്. ആസിഫ് അലിയോടൊപ്പവും ബിജു മേനോടൊപ്പവുമാണ് ആ ചിത്രം എത്തുന്നത്. പിന്നീട് ഖാലിദ് റഹ്മാൻ ചെയ്യുന്ന ചിത്രം മമ്മൂട്ടിയോടൊപ്പമാണ് ഉണ്ട എന്ന ചിത്രം. അതിനുശേഷം ഖാലിദ് റഹ്മാൻ്റെ അടുത്തതായി വരുന്നത് ടോവിനോടൊപ്പമുള്ള തല്ലുമാല എന്ന സിനിമയാണ്. പിന്നീട് അതിനുശേഷം ലവ് എന്നൊരു ചിത്രം ഖാലിദ് റഹ്മാൻ ചെയ്യുന്നു. അവിടെ ഷൈൻ ടോം ചാക്കോയായിരുന്നു ആ സിനിമയിൽ പ്രധാനപ്പെട്ട കഥാപാത്രമായി എത്തിയത്. അതിനുശേഷം ഏറ്റവും ഒടുവിലായി ഖാലിദ് റഹ്മാൻ ചെയ്ത ചിത്രം, അത് ഒരു പിടി യുവതാരങ്ങളെ വച്ചുള്ള ചിത്രമാണ്. ആ ചിത്രം
അഭിനയിക്കുന്നതും ആ ചിത്രം സ്വാധീനിക്കാൻ കഴിയുന്നതും യുവതാരങ്ങളെയാണ്, കുട്ടികളെയാണ്. കാരണം +1 +2 ഡിഗ്രി കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന ഒരു ചിത്രമാണ് ആലപ്പുഴ ജിംഖാന. ആ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന താരങ്ങളും ആ ചിത്രത്തിൻ്റെ കഥയും എല്ലാം തന്നെ യുവ താരങ്ങളെയും ഒപ്പം തന്നെ യുവാക്കളെയും ചെറിയ കുട്ടികളെയും എല്ലാം ലക്ഷ്യം വെച്ചുള്ളതാണ്. ആ ചിത്രം വലിയ തോതിൽ പ്രേക്ഷകർ സ്വീകരിച്ചൊരു ചിത്രമാണ്. അത്തരത്തിൽ സിനിമയിലെ തന്നെ യുവനിരയോടൊപ്പം പ്രവർത്തിച്ചാണ് ഒടുവിൽ ഖാലിദ് റഹ്മാൻ തൻ്റെ ചിത്രം പൂർത്തിയാക്കി റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ നിലയിലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് കഞ്ചാവ് പിടികൂടുമ്പോൾ ഈ ആളിൽ നിന്ന് 1.6 ഗ്രാം അളവിലുള്ള കഞ്ചാവ് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം അതിനും ഒരുപാട് മുകളിലാണ്. കാരണം ഈ ഖാലിദ് റഹ്മാന് ലഹരി കിട്ടുമെങ്കിൽ, ഖാലിദ് റഹ്മാനിലേക്ക് ലഹരി എത്തുന്ന സോഴ്സ് ഉണ്ടെങ്കിൽ ആ സോഴ്സ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് സിനിമാ മേഖലയിൽ അത്രയധികം സ്വാധീനമുള്ള ആളായിരിക്കും, സിനിമാ മേഖലയിലെ പല പ്രമുഖരുമായും അടുപ്പമുള്ള ആളായിരിക്കും. അതുതന്നെയാണ് ഇത് സംബന്ധിച്ച് എക്സൈസിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റും എക്സൈസ് ഇനി പരിശോധിക്കാൻ പോകുന്ന പോയിന്റും. ഈ അഷ്റഫ് ഹംസയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 ചിത്രങ്ങളാണ് അഷ്റഫ് ഹംസ സംവിധാനം ചെയ്തത്. തല്ലുമാലയുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ മുഹ്സിൻ പരാരിയോടൊപ്പം പ്രവർത്തിച്ച ആളാണ് അഷ്റഫ് ഹംസ. തമാശയാണ് ആദ്യ ചിത്രം. പിന്നീട് കുഞ്ചാക്കോ ബോബനെ നായകനാക്കി അഷ്റഫ് ഹംസ സംവിധാനം ചെയ്ത ചിത്രമാണ് ഭീമൻ്റെ വഴി. ഇത് അഷ്റഫ് ഹംസയും വലിയ തോതിൽ സിനിമാ ബന്ധങ്ങളുള്ള ആളാണ്, വലിയ തോതിൽ സിനിമയിലെ പ്രമുഖരുമായും അടുപ്പമുള്ള ആളാണ്, സിനിമയിലെ പല പ്രമുഖ അണിയറ പ്രവർത്തകരുമായും അടുപ്പമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലെ ഏറ്റവും സജീവമായ, ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന പ്രമുഖരായ ആളുകൾക്ക് കഞ്ചാവ് എത്തിക്കുന്നവർ അത് സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട കണ്ണികളായിരിക്കും. സിനിമാ മേഖലയിലെ ലഹരി വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളായിരിക്കും. അതിനെക്കുറിച്ചുള്ള സൂചനയാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഇന്നലെ നടന്ന പരിശോധനയിലെയും അറസ്റ്റിലെയും ഏറ്റവും നിർണായക പോയിന്റും. ശരി റാഫി, അതോടൊപ്പം തന്നെ ഈ എക്സൈസിന് വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാകുമല്ലോ ഇവരുടെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയത്. അങ്ങനെ എക്സൈസിന്റെ ഒരു സോഴ്സ് വഴി വിവരം ലഭിക്കുന്നു, ഇവിടെ പരിശോധന നടത്തുന്നു, ഇത്രയും കഞ്ചാവ് പിടികൂടുന്നു. ഇനി എക്സൈസിന്റെ മറ്റു നടപടികൾ എങ്ങനെയാകാനാണ് സാധ്യത? തീർച്ചയായും എക്സൈസിൻ്റെ എക്സൈസിന് കിട്ടിയ ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ആ വിവരം പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഗ്രാൻഡ് ബേ എന്ന ഫ്ലാറ്റിൽ രാത്രി 1 മണിക്ക് എക്സൈസിൻ്റെ ഒരു സംഘം എത്തുന്നത്. ഉദ്യോഗസ്ഥൻ പ്രതാപൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘം, എക്സൈസിൻ്റെ സംഘം ഈ ഫ്ലാറ്റിലേക്ക് എത്തുന്നത്. ഈ സംഘത്തിന് കിട്ടിയ വിവരം അത് കൃത്യമാണ് എന്ന് ഫ്ലാറ്റിലെ പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തു.